സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാൻ ഇന്നൊരു വീഡിയോ കാണാനിടയായി. മറുനാടൻ മലയാളിയുടെ ഒരു സ്ത്രീയാണ് ചാനൽ അവതാരക. എന്തായാലും ചരിത്രം പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ത് ചരിത്രമാണ് ഈ സ്ത്രീകൾ പഠിച്ചിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ല, അവർ എങ്ങോട്ടും ചായും, ആരുടെ കൂടെയും ചായും. അവർക്ക് യാതൊരു പുളിപ്പുമില്ലാത്ത വർഗമാണ്. എന്തായാലും സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്നതല്ല ഇത്, പക്ഷെ സത്യം പറയുന്നു എന്നുള്ളതാണ്. യഹൂദന്മാരുടെ ഇസ്രയേലിന്റെ ചരിത്രമാണ് പറയുന്നത്. ഇസ്രയേൽ എന്നാണ് ഉണ്ടായത്? യഥാർത്ഥത്തിൽ ഇസ്രയേൽ എന്ന പേരെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചരിത്ര ബോധമെങ്കിലും ഇങ്ങനെയുള്ള സ്ത്രീകൾക്കുണ്ടാകണം. അതായത് ഷാജൻസ്കറിയാടേതാണ് മറുനാടൻ മലയാളി. അപ്പോൾ മറുനാടൻ മലയാളി എന്താണ് പറയുന്നതെന്ന് ഇവിടെയുള്ള കേരളത്തിലുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. എങ്ങനെയാണ്, എന്താണ് മറുനാടൻ മലയാളിയുടെ അജണ്ട, എന്താണ്, എവിടെ നിന്നൊക്കെ അവർക്ക് ഫണ്ട് കിട്ടുന്നു, യഹൂദന്മാരും ക്രിസ്ത്യാനികളും കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള, പിന്നെ സംഘപരിവാറുകാർ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. എന്തായാലും ശരി, പറഞ്ഞു വരുന്ന കാരണം എന്ന് പറയുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്നത് തന്നെ, അതായത് ഇബ്രാഹിം നബി എന്ന് പറയുന്ന ഒരു നബി, ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റിൽ. ഇബ്രാഹിം, അത് യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അംഗീകരിക്കുന്നതാണ് ആ പ്രവാചകന്. അദ്ദേഹത്തിന്റെ 2 മക്കളാണ് ഇസ്ഹാക്കും ഇസ്മായിലും. ഇസ്മായിൽ എന്ന് പറയുന്ന പ്രവാചകൻ മക്കയിലോട്ട് പോയി, ഇസ്ഹാഖ് എന്ന് പറയുന്ന പ്രവാചകൻ ജെറുസലേമിലേക്ക് പോയി. അപ്പോൾ ജെറുസലേം യഹൂദന്മാരുടെ എന്തോ പരിശുദ്ധ സ്ഥലമാണെന്നാണ് പറയുന്നത്. എങ്ങനെ യഹൂദന്മാർ എന്നാണ് ഉണ്ടായത്? നമ്മളത് മനസ്സിലാക്കാത്തത്. അപ്പൊ ചരിത്രം എന്ന് പറയുന്ന, ചരിത്രം ബാക്കിലോട്ട് പോകണം, പിന്നിലോട്ട് പോകണം. ചരിത്രം ഇപ്പോഴെഴുതിയല്ല. ആ സ്ത്രീ പറയുന്ന കേട്ടാൽ തോന്നും ചരിത്രമൊക്കെ പഠിച്ച് അന്ന് ജീവിച്ചിരുന്ന 1917 ജീവിച്ചിരുന്ന സ്ത്രീയാണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ശരി, നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇസ്രയേൽ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രവാചകന്റെ പേരാണ്. അതായത് ഇസ്ഹാക്കിന്റെ മകൻ, ഇബ്രാഹിം നബിയുടെ പുത്രന്റെ പുത്രൻ യാക്കൂബ് നബി. യാക്കൂബ് നബിയുടെ വേറൊരു പേരാണ് ഇസ്രായേൽ. ഖുർആനിൽ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. യാ ബനി ഇസ്രായേൽ, എത്രയെങ്കിലും സ്ഥലങ്ങളിൽ യാ ബനി ഇസ്രായേൽ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. എന്താണ് യാ ബനി ഇസ്രായേൽ? അല്ലയോ ഇസ്രായേൽ സന്തതികളെ. ആരുടെ മക്കളാണ്? യാക്കൂബ് നബിയുടെ മക്കളെ എന്നാണ് സംബോധന ചെയ്യുന്നത്. യാ ബനി ആദം, ആദമിന്റെ മക്കളെ എന്നും സംബോധന ചെയ്യുന്നുണ്ട്. അപ്പോ ചരിത്രമെന്ന് പറയുന്നത്, ചരിത്രം പഠിക്കണം. ചരിത്രം പഠിക്കണമെങ്കിൽ, ഇന്ന് സത്യസന്ധമായ ചരിത്രം പഠിക്കണമെങ്കിൽ ഖുർആൻ പഠിക്കണം. ഒന്നുമല്ല, ഖുർആൻ എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ഗ്രന്ഥമല്ല, മാനവരാശിയുടെ ഗ്രന്ഥമാണ് ഖുർആൻ. അപ്പോ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നും മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും മനുഷ്യന്റെ